ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ അനുമോൾക്കെതിരെയുള്ള ആരോപണം ഹൗസ് മുഴുവൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി അനുമോളോട് ചോദിക്കുന്നുണ്ട് എന്താ സംഭവം എന്നുള്ളതൊക്കെ. അപ്പോൾ അനുമോൾ നടന്ന സംഭവങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ നമ്പറാണ് കൊടുത്തത്, അതിലെന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അനുമോൾ നൂറയോട് ചോദിക്കുന്നുണ്ട്. നൂറ ആ സമയത്ത് ഉണ്ടായിരുന്നു, അവൾക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് നൂറയോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ നൂറ എനിക്കൊന്നും അറിയില്ല, അത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നമാണ്, അത് നിങ്ങൾ തന്നെ തീർത്തോ, എനിക്കിതൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനുമോൾ കരഞ്ഞുകൊണ്ട് അക്ബറിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, അക്ബറെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ വീട്ടിലത്തെ നമ്പറാണ് കൊടുത്തത്, അല്ലാതെ ഞാൻ PR-ൻ്റെ നമ്പറൊന്നും അല്ല കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അക്ബർ ഇതൊന്നും കേൾക്കാത്ത പോലെ അനുമോളോട് എനിക്കെല്ലാം മനസ്സിലായി, നീ ഇനി ഇതൊന്നും വെളുപ്പിക്കാൻ നോക്കണ്ട, എനിക്ക് എല്ലാവരുടെയും മനസ്സൊക്കെ മനസ്സിലായി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നീ ഇങ്ങനെ കരയേണ്ട ആവശ്യമൊന്നുമില്ല, അത്ര വലിയ പ്രശ്നമൊന്നുമല്ല, കണ്ണീരൊക്കെ തുടച്ചാടി ഇരിക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അനുമോൾ നെവിനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നെവിൻ പറയുന്നുണ്ട്, ഒന്നും പേടിക്കാനില്ല, എനിക്ക് നിന്നെ മനസ്സിലാവും, ഇതൊരു അലിഗേഷൻ മാത്രമാണ്, നമുക്ക് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ സത്യം എന്താണെന്ന് തെളിയിക്കാവുന്നതേ ഉള്ളൂ, അതുകൊണ്ടൊന്നും പേടിക്കേണ്ട, വിഷമിക്കേണ്ട പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ പറയുന്നുണ്ട്, എനിക്കും ഇതേ അവസ്ഥ ഉണ്ടായതാണ്, അതുകൊണ്ട് ഇതിൻ്റെ വിഷമം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം, നമുക്കൊന്നും തെളിയിക്കാൻ പറ്റാത്തപ്പോൾ നമ്മളൊരാളിങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് ഉള്ളിൽ എത്ര വിഷമം ഉണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ട് നീ ഒന്നും വിഷമിക്കേണ്ട, ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ട്, നമുക്ക് ഫോൺ നമ്പറിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സത്യം അറിയാവുന്നതേ ഉള്ളൂ, ഒന്നും വിഷമിക്കേണ്ട, കരയരുത് എന്നൊക്കെ പറയുന്നുണ്ട്.